ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സോ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ചെറിയ മെസ്സേജ് കേട്ടിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ആക്കാം. ഈ കൊറോണ സമയത്ത് നമുക്ക് stay safe. Bye. ചലഞ്ച് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ചലഞ്ചിന്റെ പേര് ഗെറ്റ് ടു നോ ഈച്ച് അതർ ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണറിനെ നമുക്ക് എത്രത്തോളം അറിയാം എന്ന് അളക്കുന്ന ഒരു ഗെയിമാണ്. സോ എന്റെ കൂടെ ഇന്ന് ഈ ചലഞ്ച് ചെയ്യാനായിട്ട് ഒബ്വിയസ്ലി ആരായിരിക്കും ഉണ്ടായിരിക്കുക? എന്റെ പാർട്ട്ണറാണ്, എന്റെ ഹസ്ബൻഡാണ്, വൈശാഖ് ഹരികുമാർ. ഹലോ, എന്റെ പേര് വൈശാഖ് എന്നാണ്. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. തുഷാരയുടെ ഹസ്ബൻഡാണ്. പറഞ്ഞോളൂ. ഓക്കെ, സോ നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് നമ്മൾ സ്കൈപ്പ് കോളിലാണ് ചലഞ്ച് ചെയ്യുന്നത്. സോ ചിലപ്പോൾ ക്യാമറ നമുക്ക് വിഷൻ ഡിഫറെന്റ് ഉണ്ടാവും. ലാപ്പില് നമ്മൾ ഫ്രണ്ടില് ലാപ്പ് വെച്ചിട്ട് സ്കൈപ്പ് കോൾ ചെയ്തിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, സോ ഫസ്റ്റ് ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറയാം. നമുക്ക് 3 റൗണ്ട്സ് ആണുള്ളത്. സോ നമ്മുടെ ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ ഹൂ നോസ് ഈച്ച് അതർ ബെറ്റർ, അതാണ് ഗെയിം. ഓക്കെ, സോ 3 റൗണ്ട്സ് ആണുള്ളത്. 100 മാർക്സ് ആണ് ഫുൾ എൻഡയർ ഇതില് 100 മാർക്സ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് റൗണ്ടില് 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 10 ക്വസ്റ്റ്യൻസിന് 5 മാർക്സ് ഈച്ച് ഓരോ ക്വസ്റ്റ്യനും. സോ 50 മാർക്സ്. സെക്കൻഡ് റൗണ്ട് 5 ക്വസ്റ്റ്യൻസ് റൗണ്ട് ആയിരിക്കും. സോ ഇത് MCQ ആയിരിക്കും, വിത്ത് ഓപ്ഷൻ ആയിരിക്കും. അത് ഓരോന്നിന് 2 മാർക്ക് വെച്ചിട്ട് 5 ക്വസ്റ്റ്യൻ. സോ 5 into 2 അവിടെ 10 മാർക്സ്. തേർഡ് റൗണ്ടില് 2 ക്വസ്റ്റ്യൻ ആണ്. അത് ബോണസ് റൗണ്ട് ആണ്. അത് നമുക്ക് ഉത്തരം അറിയാമെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി. അതിന് ഒരെണ്ണത്തിന് 20 മാർക്സ് ആണ്. സോ 20 into 2 40 മാർക്സ് ആണ്. ഓക്കെ, ഇൻ കേസ് ഉത്തരം തെറ്റാണെങ്കിൽ -10 ഡിഡക്ട് ചെയ്യും ഫ്രം ടോട്ടൽ മാർക്സ്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുന്നതിന് 10 സെക്കൻഡ്സ് ആയിരിക്കും. സോ മാറി മാറിയായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്. ഓക്കെ, ഫേവറേറ്റ് ചോക്ലേറ്റ് ഡയറി മിൽക്ക്. 3 സെക്കൻഡ് ഉള്ളൂ. ഡയറി മിൽക്ക് കൺഫേം. തെറ്റാണ്. തെറ്റാണോ? ആൻസർ ഗാലക്സി. അത് കൺഫ്യൂഷൻ ആയിരുന്നില്ല. നീ എപ്പോഴും ഡയറി മിൽക്കാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. എനിക്കറിയാവുന്ന ഗാലക്സി. അത് ഗാലക്സി കിട്ടാത്തപ്പോഴാണ് ഡയറി മിൽക്ക് വാങ്ങിക്കുന്നത്. ഗാലക്സിയാണ് ഇഷ്ടം. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഏതാണ് എന്റെ ഫേവറേറ്റ് കളർ? ബ്ലൂ. ഓക്കെ, 3 സെക്കൻഡോടെ ബാക്കിയുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ഉത്തരം തെറ്റാണ്. ഉത്തരം പച്ച, ഗ്രീൻ. പച്ചയാണ് കളർ. അതൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞാണ് പച്ചയാണ് കേട്ടാ. പറഞ്ഞ കാര്യമില്ല. പച്ച കളർ ടീഷർട്ട് ഷർട്ടൊന്നും ഇല്ലല്ലോ, എല്ലാം ബ്ലൂ ആണല്ലോ. അത് പറഞ്ഞ കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ എന്റെ ക്വസ്റ്റ്യൻ, ഓക്കെ, എന്റെ ഷൂവിന്റെ സൈസ്. ഷൂവിന്റെ സൈസ് 12. ആ, ശരിയാ. എന്റെ സോഡിയാക് സൈൻ ഏതാണ്? ഞാനത് നോക്കണോന്ന് വിചാരിച്ച, ഞാൻ മറന്നുപോയി. സമയം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞിരിക്കുന്നു. കുഴപ്പമില്ല, അറിയാമെങ്കിൽ പറഞ്ഞോ. ക്യാൻസർ ആണോ? ക്യാൻസർ ആണോ? കൺഫേം ആണോ? ഉത്തരം കൺഫേം ആണോ? താങ്കളുടെ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. പക്ഷെ ടൈം കഴിഞ്ഞു. അത് സാരമില്ല, അത് കുഴപ്പമില്ല. നീ അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ മാർക്ക് ഇട്ടെ. എനിക്ക് 10 ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, മൈ സെലിബ്രിറ്റി ക്രഷ്. ഇത് ഫീമെയിൽ ആണോ മെയിൽ ആണോ? ക്രഷ് എന്തായാലും മെയിൽ ആയിരിക്കില്ലേ?
ഓക്കെ അതെനിക്കറിയാം. ഓക്കെ 3, 2, 1. ഓക്കെ ദുൽഖർ സൽമാൻ. നിവിൻ പോളി. പിന്നെ നിവിൻ പോളി എന്നല്ല, നിവിൻ പോളി പണ്ടായിരുന്നു. ദൈവമേ ഇതാരാണ് പിന്നെ? തെറ്റി. ആൻസർ എന്താണ്? ടോവിനോ. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ മാറ്റുന്നുണ്ട് കേട്ടാ. ആ നിവിൻ പോളി പണ്ടായിരുന്നു. ഇപ്പം നിവിൻ പോളി തടി വെച്ചപ്പോ നിവിൻ പോളി മാറി ടോവിനോ ആയി. ഓക്കെ എന്നാ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. എന്താണ് എന്റെ ഫേവറേറ്റ് നമ്പർ? സമയം കഴിഞ്ഞു. കൺഫേം ആണോ ആൻസർ? ഓക്കെ താങ്കളുടെ ഉത്തരം ശരിയാണ്. ദൈവമേ. ഇനി എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ എന്റെ ഹൈറ്റ്. എന്റെ ഹൈറ്റ് 5, 3, 2, 1. 170 സെന്റിമീറ്റർ. 170 ആ എന്റെയാ? സോറി 170. എന്തായാലും തെറ്റാണ്. 174. 174 ഒന്നല്ല, 176 ആണ് ചേട്ടാ. ദൈവമേ ഇത് ഞാൻ 3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചേട്ടയുടെ. ഓക്കെ എന്റെ ഫസ്റ്റ് ബൈക്കിന്റെ ബ്രാൻഡ് ഏതാണ്? എന്റെ ഫസ്റ്റ് ബൈക്ക് യമഹ RX എന്തോ RX. യമഹയാണ് RX ആണോ? അങ്ങനെ എന്തോ ആണ്. പകുതി മാർക്ക് ശരിക്കും തരാൻ പാടുള്ളത്, മൊത്തം പറയണത്. എന്താ RX 135 ആണത്. RX അത് മതി. ഓക്കെ എന്നാ എടുത്തോ, കുഴപ്പമില്ല. മാർക്ക് എടുത്തോ, കുഴപ്പമില്ല. അത് 5 മാർക്ക് ഇടണോ? ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ടൈമർ. വേണ്ട ഫുൾ മാർക്ക് ഇട്ടോ, കുഴപ്പമില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഓക്കെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ എനിക്ക് +2 കിട്ടിയ പെർസെന്റേജ് മാർക്ക്. 8, 7, 6, 5, 4. ഓക്കെ 82. കൺഫേം ആണോ? കൺഫേം ആണ്. അല്ല 83 ഉണ്ടായിരുന്നു. എന്റെ മോനെ അടി, അത് കുഴപ്പമില്ല. എന്ത് അതിന്റെ അടി? അയ്യോടെ എന്റെ 1% പോവാനോ? ചേടാ ഇതുള്ള ഇതെല്ലാം നമുക്ക് ടൈമർ സെറ്റ് ചെയ്യണ്ട കേട്ടോ, പെട്ടെന്ന് ടൈം തീരുവാ. ഓക്കെ ടൈമർ വേണ്ട. ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ, ഏറ്റവും ഇഷ്ടമുള്ള ക്ലൈമറ്റ് ഏതാണ്? മഴക്കാലം. കൺഫേം ആണ്? ചൂട് ഇഷ്ടാവില്ല. മഴയും ചൂട് മാത്രല്ലേ ഉള്ളൂ കേരളത്തില്. മഴക്കാലം. തണുപ്പുണ്ട്, ഇവിടെ ഖത്തറിൽ തണുപ്പുണ്ട്. ഖത്തറിന്റെ കാര്യം എനിക്കറിയില്ല. നീ തീരുമാനിച്ചോ, കുഴപ്പമില്ല. റെയിനി സീസൺ. ഓക്കെ ഉത്തരം ശരിയാണ്. എനിക്കറിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് മൂവി, മലയാളം മൂവി. എന്റെ ഫേവറേറ്റ് മലയാളം മൂവിയോ? ഭയങ്കര ഇഷ്ടമുള്ള മൂവി. നിന്റെ ഫേവറേറ്റ് മലയാളം മൂവി CID മൂസ ആയിരുന്നു. ഇനി നീ മാറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. CID മൂസയാണ് നിന്റെ ഫേവറേറ്റ് മലയാളം മൂവി. CID മൂസ അങ്ങനെ ഫേവറേറ്റ് അല്ല, എനിക്ക് ചിരിക്കാൻ വേണ്ടി കാണുന്നതാണ്. പക്ഷെ വേറെയാണ് എന്റെ ഫേവറേറ്റ് മൂവി. എന്റെ ദൈവമേ. CID മൂസ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ വേറെ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയമൊക്കെ തീർന്നിട്ടാ. അറിയില്ലേ? അനാർക്കലി എന്നല്ല, നിറോ? എന്റെ മോനെ വെറുതെ അങ്ങ് അടിക്കണോ നിറം എന്നൊക്കെ അതിന്റെ ഇടയ്ക്ക്. അല്ല, നിറാണ് എന്റെ ഇഷ്ടപ്പെട്ട മൂവി. അപ്പൊ നീ അനിയത്തിപ്രാവ എന്ന് പറഞ്ഞാ നീ കണ്ട ഇതാണ് കണ്ട. അടുത്ത ടഫാണ് മോളെ. ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്ന ഫസ്റ്റ് വാച്ചിന്റെ ബ്രാൻഡ് നെയിം പറയൂലേ? പള്ളിപ്പെരുന്നാളിന് കിട്ടിയതല്ലായിരുന്നോ? അല്ല, റോലെക്സ്. എന്തോ എഫ് വെച്ചിട്ടൊരു വാച്ച്. ഫോക്സ് ആണെന്ന് തോന്നുന്നു. ഫോക്സ് ആണോ? സമയം കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അത് ടൈമെക്സിന്റെ ആയിരുന്നു. ടൈമെക്സിന്റെ ഫോസിൽ നിന്നായിരുന്നു അത്.
ആ ഫോസിൽ ഞാൻ പറഞ്ഞു ടൈമെക്സ് ടൈമെക്സ് ആണ് ടൈമെക്സ് അതൊന്നും പറഞ്ഞതല്ല ടൈമെക്സ് ആയിരുന്നു വാച്ച്. പക്ഷെ ഞാൻ എഫ് വെച്ചിട്ടാണ് മറ്റേത് ആ വേറെ പേരാണ് ടൈമെക്സ് ആണ് ശരിക്കും പറഞ്ഞ വാച്ച്. ആ എന്നാ ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ രാജഗിരിയിൽ വർക്ക് ചെയ്തപ്പം രാജഗിരിയിൽ ഉണ്ടായിരുന്ന HODയുടെ പേര്. അദ്ദേഹത്തിന്റെ പേര് വിജയൻ ഗോപാലകൃഷ്ണൻ കുറുപ്പ് അങ്ങനെ എന്തോ അതാണ് പേര്. എനിക്ക് ഉറപ്പാണ്. ആ ശരിയാ. ആ ഓക്കെ, തിരിച്ചു വന്നിരിക്കുന്നു. ഓക്കെ, 10 മാർക്ക്. 10 മാർക്ക്. ഇനി എന്റെ ക്വസ്റ്റ്യൻ. ആ ശരിയാ. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുട്ബോൾ ടീം, ക്ലബല്ല രാജ്യം, ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ ക്ലബാണ് ടീമാണ് എനിക്കിഷ്ടം? അതൊന്നും എനിക്കറിയില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്രേ എനിക്കറിയുള്ളൂ. അതല്ല, അത് ക്ലബാണത്. ഏത് കൺട്രിയാണെന്ന്? ഇതിപ്പോ ഇന്ത്യ പോലത്തെ കൺട്രി ഇല്ല, ഇന്ത്യ അമേരിക്ക അങ്ങനത്തെ ഫുട്ബോൾ ടീം. മറ്റേത് ക്ലബ് വൈസ് ആണ്, വെച്ചാൽ സാധാരണ നമ്മുടെ IPL പോലെ. അതല്ല, ഇത് കൺട്രി. ഏത് കൺട്രിയാണ്? സ്പെയിൻ. താങ്കളുടെ ഉത്തരം തെറ്റാണ്. ബ്രസീലാണ്. ബ്രസീൽ. തിരിച്ചു വന്നിരിക്കുന്നു. കമോൺ. എന്റെ ഫേവറേറ്റ് ആക്ട്രസ്. എന്റെ ഫേവറേറ്റ് ആക്ട്രസ് റിമ കല്ലിങ്കൽ. ഇതൊക്കെ സിമ്പിൾ. ഏതാണ് എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ? രാഹുൽ ദ്രാവിഡ്, ഗാംഗുലി, ധോണി. ഏതെങ്കിലും ഒരെണ്ണം കൺഫേം പറയണം, അല്ലാണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. സമയം കഴിയാറായി, പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് രാഹുൽ ദ്രാവിഡ് ആണോ? കൺഫേം ആണോ? ആ കൺഫേമാ. രാഹുൽ ദ്രാവിഡ് ശരി ഉത്തരമാണ്. താങ്ക് യു വെരി മച്ച്. ജയിച്ചിരിക്കുന്നു. പണിയാണല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? എപ്പോഴും വിസിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര മൂടൊക്കെ പോകുമ്പോ എനിക്ക് എപ്പോഴും വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? ഞാൻ സമയം പോയിട്ടാ. കടൽ. 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 സി. കടലല്ല, കടൽ ഇച്ചിരി കറക്റ്റാ. എന്നാ പിന്നെ വെള്ളച്ചാട്ടം, വാട്ടർഫോൾസ്. അയ്യേ, അങ്ങനെയല്ല, ബീച്ചാണ്. എടി കടൽ അതന്നെ ബീച്ച്, സെയിമാണത്. അതന്നെ ഞാൻ പറഞ്ഞത്. കടലിലേക്ക് പോകാൻ എനിക്ക് പേടിയാ. ആ ബീച്ച് അതാണ് ഉദ്ദേശിച്ചത്. എടി എന്താ സെയിം അല്ലേ? നമ്മളാണെങ്കിലും കടലിൽ പോകാനെങ്കിലും കടൽ കാണാൻ പോകാൻ ബീച്ചിലാണല്ലോ പോണത്. അതൊക്കെ സെയിമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതെനിക്ക് മാർക്ക് പോകണം എന്തായാലും. അത് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. കടലിൽ പോകാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ബീച്ചിൽ പോകാൻ ഇഷ്ടമുള്ളൂ. എടി അതന്നെ പറഞ്ഞത്. അതിന് കറക്റ്റാണ് ഉദ്ദേശിച്ചത്. അതന്നെയാ ഉദ്ദേശിച്ചത്. ആ എന്നാ ശരി. അപ്പൊ 10 മാർക്ക്. ഓക്കെ, ഞാൻ ഫസ്റ്റായിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്ത കമ്പനിയുടെ പേരെന്താണ്? ഫിലിപ്സ് കാർബൺ സ്റ്റീൽ പ്ലാന്റ് അല്ലേ? ഒന്നുകൂടെ ആലോചിച്ച് പറ. ഫിലിപ്സ് കാർബൺ. ശരിയാണ്. കറക്റ്റാണ്. ഉത്തരം കറക്റ്റാണ്. പിന്നെ പറയാനൊക്കെ അങ്ങനെ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് എന്നാണത്. ഫിലിപ്സ് കാർബൺ ആണല്ലോ. അതെ ശരിയാണ്. എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് മീൻസ് ഞാൻ എവിടെ പോയാലും ഇത് വാങ്ങിച്ചു കുടിക്കും. ഞാൻ പറയാം. ഓക്കെ, ഷാർജ ഷേക്ക്. എനിക്ക് തൊണ്ടവേനെയാ ഷാർജ ഷേക്ക്. ഞാൻ കാപ്പി കുടിക്കണേ, കോഫി. ഇനി എന്ത് മൈൻഡാടി നീ ഇടയ്ക്ക് എപ്പോഴും നീ ഷേക്ക് കുടിക്കാറുണ്ടല്ലോ. നാരങ്ങളും പറയുമ്പോ ഞാൻ കോഫി അല്ലേ കുടിക്കണേ. ഓക്കെ, ഞാൻ പഠിച്ച കോളേജിന്റെ പേര്, ഡിഗ്രി പഠിച്ച കോളേജിന്റെ പേര്? ഫിസാറ്റ് അങ്കമാലി. ഫിസാറ്റാ കോളേജിന്റെ പേരല്ലേ? അതെ. എഞ്ചിനീയറിംഗ് പഠിച്ചത്? അതെ. ഫിസാറ്റ്. ഓക്കെ, കറക്റ്റാണ്. ഉത്തരം കറക്റ്റാണ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞേക്കുവാണ്. ഫസ്റ്റ് റൗണ്ടില് അറ്റ് ദി എൻഡ് ഓഫ് ദ റൗണ്ട് പോയിന്റ് നിലവാരം ഞാനിപ്പോ പറയാം. 1, 2, 3, 4. ചേട്ടായിക്ക് 40 മാർക്ക്, എനിക്ക് 1, 2, 3, 4, 5, 6, 7 70 മാർക്ക്. ഓക്കെ, കൈയടിക്കും.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ മല്ലിട്ടത് ഇവളായിട്ടല്ല, ഇവളുടെ ചിന്തകളായിട്ടാണ് ഞാൻ മല്ലിട്ടത്. അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത്. സത്യം കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കളയും. അത് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി അടുത്ത ഒബ്ജക്റ്റീവ് റൗണ്ടാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് MCQ ആണ്, വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ചേട്ടായി ഫസ്റ്റ് ചോദിച്ചോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മള് ബാലിക്ക് പോയ ഫ്ലൈറ്റിന്റെ പേര്. ഓപ്ഷൻ പറ. ഓപ്ഷൻ എ മലേഷ്യൻ എയർലൈൻസ്, ഓപ്ഷൻ ബി കോലാലംപൂർ എയർലൈൻസ്, ഓപ്ഷൻ സി എയർലൈൻസ് ഉണ്ടോ? എയർ ഏഷ്യ. ഇതാണ് 3 ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. മറ്റേ ഇതുണ്ടോ? 50-50 ഒന്നുമില്ല. ഫോൺ എ ഫ്രണ്ട് ഉണ്ട്. നീ ആരെ വിളിക്കാൻ പോണേ ഫോൺ എ ഫ്രണ്ടിലേക്ക്? ചേട്ടായിനെ. ശരി, അവര് പറഞ്ഞോ. മലേഷ്യൻ എയർലൈൻസ് ഏഷ്യ. കൺഫേം ആണോ? മലേഷ്യൻ എയർലൈൻസ് ആണെന്ന് തോന്നുന്നു. മലേഷ്യൻ എയർലൈൻസ് കൺഫേം ആണോ? ആ. ഓക്കെ, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. എയർ എയർ ഏഷ്യ ആയിരുന്നു ആൻസർ. എനിക്ക് തോന്നിയായിരുന്നു. ആ, മലേഷ്യൻ എയർലൈൻസ് എന്ന് പറഞ്ഞ എയർലൈൻസ് ഉണ്ടോ? അങ്ങനത്തെ എയർലൈൻസ് ഉണ്ട്. കുഴപ്പമില്ല. അപ്പൊ 0. ഓക്കെ ഓക്കെ. ഇനി എന്റെ ക്വസ്റ്റ്യൻ. ഞാൻ ജനിച്ച ഹോസ്പിറ്റല്. ഫസ്റ്റ് ഓപ്ഷൻ ലക്ഷ്മി ഹോസ്പിറ്റൽ. ഓക്കെ. സെക്കൻഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കോട്ടയം. ഓക്കെ. 3 ലിസി ഹോസ്പിറ്റൽ എറണാകുളം. കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഉത്തരം തെറ്റാ. എവിടെയാണ് ജനിച്ചത്? ലിസി ഹോസ്പിറ്റലില്ല. ഞാൻ ലിസി ഹോസ്പിറ്റല്. എനിക്കറിയായിരുന്നു വലിയ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞാൽ അത് പറയുമെന്ന്. അതാ ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്നൊക്കെ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, എളുപ്പം ക്വസ്റ്റൻ ആണ് നിനക്ക്. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. ഇഷ്ടമില്ലാത്ത കാര്യോ? ഇപ്പൊ ഈ പറയുന്നതില് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം. പറ. ഓപ്ഷൻ 1 തലയിൽ ചൊറിയണത്, ഓപ്ഷൻ 2 നഖം കടിക്കുന്നത്, ഓപ്ഷൻ 3 തർക്കുത്തരം പറയുന്നത്. 3 വേണ്ട, നഖം കടിക്കണത്. ശരി ഉത്തരമാണ്. അപ്പൊ എനിക്ക് 2 മാർക്ക്. എന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ. എന്റെ സോഡിയാക് സൈൻ. എ ജെമിനി, ബി പൈസസ്, പൈസസ് ആ സാധനം, 3 സ്കോർപിയോ. സമയം കഴിഞ്ഞേട്ടായി. ഇത്രേ സമയമുള്ളൂ. പൈസസ്. എത്ര നേരം കഴിഞ്ഞിട്ടാ പറയണേ? പൈസസ് സ്പൈസസ് അല്ല. ശരിയാണ്. നീ അങ്ങനെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സ്പൈസസ് ആണോ. പൈസസ്ന്നോ പീസസ്ന്നോ എനിക്കറിയില്ല. ആ സാധനം എന്തായാലും അതാണ്. പക്ഷെ സമയം കഴിഞ്ഞു. എന്തും അതിനടി കുറച്ച് മാർക്ക് അടി കഷ്ടമുണ്ട്. അന്റെ തന്നെ മാർക്ക് കുറവാണ്. 2 മാർക്കല്ലേ ഉള്ളൂ. കറക്റ്റ്. എന്നോട് ചോദിക്കും. ഓക്കെ. ഇപ്പോഴത്തെ എന്റെ വാട്സാപ്പ് ഐഡിയില് പ്രൊഫൈൽ പിക്ക് ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ ബാലി പേപ്പർ വാങ്ങിച്ചു. അതിനകത്ത് എഴുതിയ നമ്പർ എത്രയാ? ഓക്കെ. ഓപ്ഷൻ എ പെട്ടെന്ന് തന്നെ വിളിച്ചോ. 2, 8, 10. 2, 8, 10. 2, 8, 10. 10 ആയിരിക്കും. 10. ഓക്കെ ആണോ? ശരി ഞാൻ ഉത്തരം. ഉത്തരം പറഞ്ഞു. ശരി ഉത്തരം. എനിക്ക് തോന്നി ശരി ഉത്തരം പറയുമ്പോൾ ഭയങ്കര ഡിലേ. സമ്മതിക്കാൻ. പറഞ്ഞോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് കേക്ക്. ഓപ്ഷൻ ഫസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ്, സെക്കൻഡ് റെഡ് വെൽവെറ്റ്, തേർഡ് ചോക്കോലാവ. സിമ്പിൾ. ഞാൻ കുറെ നാളെ അത് കഴിച്ചിട്ട്. ഓക്കെ. നീ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തന്ന സാധനം. ഉണ്ടാക്കി തന്ന സാധനം. നീ പ്രിപ്പയർ ചെയ്ത് എനിക്ക് ഉണ്ടാക്കി കൊണ്ടുതന്ന സാധനം ഫസ്റ്റ് ആയിട്ട്. ഭക്ഷണം. ഓക്കെ. ഫസ്റ്റ് ഓപ്ഷൻ എ ഗുലാബ് ജാമുൻ, ഓപ്ഷൻ ബി സാൻഡ്വിച്ച്,
ഓപ്ഷൻ സി കട്ട്ലറ്റ്. നമ്മള് ഭക്ഷണം കൊടുക്കുമ്പോ അങ്ങനെ ചിന്തിക്കാറില്ല. ആ ശരി, എന്താ പിന്നെ നീ പറ. എനിക്കൊന്നും ഓർമ്മയില്ല. സാൻഡ്വിച്ച് ആയിരിക്കും, അതാകുമ്പോ എളുപ്പമാണല്ലോ. Confirm ആണോ? ബ്രെഡിന്റെ ഉള്ളിൽ മുട്ട വെച്ചാ പോരെ. കൺഫേം ആണോ? ആ അതായിരിക്കും. അല്ല, കട്ട്ലറ്റ്. Cutlet. കട്ട്ലറ്റ് ആയിരുന്നു ഉത്തരം. ഞാൻ പറഞ്ഞായിരുന്നു കട്ട്ലേറ്റ്. പക്ഷെ ഇതിന് മാർക്ക് കുറവാണല്ലേ? കഷ്ടായി. കേട്ടായിരുന്നോ? ഇല്ല, ഞാൻ കേട്ടില്ലായിരുന്നു. ശരി, എന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ പറയൂ. കാനഡ, ഉം. അമേരിക്ക, സിംഗപ്പൂർ. കാനഡ, അമേരിക്ക, സിംഗപ്പൂർ. കാനഡ സിമ്പിൾ അല്ലേ ഇത്? കാനഡയാണ് ഉത്തരം. കാനഡ അല്ല. പിന്നെ ഏത്? സിംഗപ്പൂരാ? ആ എന്റെ മോനെ, ഇത് ശരിക്കും പറഞ്ഞ കാനഡ ആയിരുന്നു കേട്ടാ. സിംഗപ്പൂർ എപ്പോഴാണ് ആയത്? കാനഡ ആയിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ ആലോചിച്ചപ്പോ എന്നാ കാനഡ പോവണ്ട, പൈസ കുറവാ, സിംഗപ്പൂരല്ലേ എന്ന് വിചാരിച്ചു ഞാൻ. ആ ശരി, എന്നാ എനിക്ക് കാനഡ എത്ര ആളും പറയാം. കാനഡയാണ് ഉത്തരം. പോയി ഇവിടുന്ന് മര്യാദക്ക് ഉത്തരം കാനഡ ആയിക്കോ. കാനഡ ആയിരുന്നു, പക്ഷെ കാനഡ പോകാൻ ഭയങ്കര പൈസയല്ലേ. ഇത് നന്നായിരിക്കും കേട്ടാ. ആ താങ്കളുടെ ഉത്തരം കറക്റ്റ് ആണ്, കാനഡ. ഓക്കെ ഓക്കെ. എന്റെ ഇമെയിൽ ID എന്താണ്? ഇത് വേണോ? വൈശാഖ്. ക്ലൂ വേണോ? വേണ്ട. വൈശാഖ്. ക്ലൂ വേണം. ഓക്കെ. ക്ലൂ വേണം. അതേ മറന്നുപോയി. HVaishak@gmail.com. അല്ല, വൈശാഖ് 0321@gmail.com. ക്യാൻസൽഡ്. വൈശാഖ് 2191@gmail.com. വൈശാഖ് 2191@gmail.com. ഓക്കെ, താങ്കളുടെ ഉത്തരം ശരിയാണ്. എന്റെ ആ. അടുത്ത ക്വസ്റ്റ്യൻ. ഉം. എന്റെ ഫേവറേറ്റ് കളർ ഗ്രീൻ. ഓപ്ഷൻ എ ഗ്രീൻ. ഉം. തൊണ്ടയ്ക്ക് എന്താ പറ്റി? ഓപ്ഷൻ എ ഗ്രീൻ, ഓക്കെ. ഓപ്ഷൻ ബി വൈറ്റ്, ഓപ്ഷൻ സി പിങ്ക്. പിങ്ക്. ഓപ്ഷൻ സി പിങ്ക്. അത് എല്ലാ പെണ്ണുങ്ങൾക്കും പിങ്ക് ആണ് ഇഷ്ടം, എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല. എല്ലാ പെണ്ണുങ്ങൾക്കും പിങ്ക് ഒന്നുമല്ല ഇഷ്ടം. 80%. അപ്പൊ സെക്കൻഡ് റൗണ്ടിന്റെ അവസാനം ചേട്ടായി കരസ്ഥമാക്കിയ മാർക്ക് 2, 3, 4, 5, 6, 7, 8 മാർക്ക്. എന്റെ 6, ചേട്ടായിക്ക് 8. ഓക്കെ. ലാസ്റ്റ് റൗണ്ട്. ഇതിനാണ് ഞാൻ പിടിക്കാൻ പോകുന്നത്. എത്ര 20 മാർക്കല്ലേ ക്വസ്റ്റിന്? ഒരു ക്വസ്റ്റിന് 20 മാർക്ക്, പക്ഷെ തെറ്റുത്തരാണെങ്കിൽ -10. ഓക്കെ. ഇപ്പൊ ടോട്ടൽ മാർക്ക് എത്രയാണ് നോക്കിയെന്ന് പറഞ്ഞേ. ഇപ്പൊ ടോട്ടൽ മാർക്ക് ചേട്ടായിക്ക് 48. ഓക്കെ. നിനക്ക് 76. എനിക്ക് 76. ഓക്കെ 76. ഓക്കെ. ഇത് നീ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും പേടിയുള്ള ജീവി. ഏറ്റവും പേടിയുള്ള ജീവി. ഭയങ്കര പേടിയുള്ള ജീവി. ഓക്കെ, ഇനി ക്ലൂ പറഞ്ഞോ. ക്ലൂ ഇല്ല. നീനെ ക്ലൂ പറയാന്ന് പറഞ്ഞോ. ക്ലൂ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും പേടിയാ, പക്ഷെ അതിൽ ഏറ്റവും പേടിയുള്ളത് അതാണ് ക്ലൂ. മനുഷ്യന്മാരല്ല, മൃഗങ്ങളാണ്. മീൻസ് എന്റെ മോനെ, അതെനിക്ക് മനസ്സിലായി. ഞാൻ പറയാം. നിനക്ക് ഏറ്റവും പേടിയുള്ള ജീവി. സമയം കഴിഞ്ഞു. ഓക്കെ. ഇത് ഭയങ്കര എളുപ്പമാണ്. പാമ്പ്. തെറ്റുത്തരാണെങ്കിൽ മൈനസ് ഉണ്ട്. പാമ്പ്. തെറ്റുത്തരാണെങ്കിൽ മൈനസ് ഉണ്ട്. പാമ്പ്. ഒന്നുകൂടെ പറയാ, തെറ്റുത്തരാണെങ്കിൽ മൈനസ് മാർക്ക് ഉണ്ട്. പാമ്പ്. കറക്റ്റ് ആണ്. കമോൺ, എത്തിയിരിക്കുന്നു. ഞാൻ എത്തും ഇപ്പൊ തന്നെ. മോളെ, എന്റെ ക്വസ്റ്റ്യൻസ് സീനാണത്. നീ എന്തായാലും ഉത്തരം പറയില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് ഞാൻ ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്ന ബുക്കിന്റെ പേര്. എനിക്കറിയാം. എന്താണ്? ആദ്യം വാങ്ങിച്ച ബുക്ക്. നിനക്കൊന്നും മനസ്സിലാവാത്ത സാധനം. അതെനിക്കറിയില്ല. അതെനിക്ക് ബുക്കേ മനസ്സിലായില്ല. പിന്നെ ഞാൻ പേരെങ്ങനെ മനസ്സിലാക്കണേ? ആദ്യം മനസ്സിലാക്കണം. ലൈഫ് ഒന്നും അല്ല മോനെ. ലൈഫ് ഈസ് എന്തോ ഒരു സാധനം. എനിക്കറിയില്ല. ഞാൻ ഉത്തരം പറയുന്നില്ല. എനിക്കറിയാൻ പാടില്ല. അതിന്റെ ഉത്തരം പേര് ആസ് എ മാൻ തിങ്കeth. നന്നായി ഞാൻ പറയാഞ്ഞത്. ഉള്ള മാർക്ക് പോയേനെ.
ഞാൻ ഫാദർ മുള്ളേഴ്സിൽ പഠിച്ചപ്പം ഓക്കെ. എന്റെ റൂംമേറ്റ്സിന്റെ പേര്, എന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന റൂംമേറ്റ്സിന്റെ പേര് പെട്ടെന്ന് പറയണം, ചിന്തിക്കാൻ സമയമില്ല. എത്ര പേരെന്ന് പറഞ്ഞ നിങ്ങള് അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? 3 പേര്. അറിയാവുന്നതാണ്. എടി എനിക്കറിയാം. അറിയാന്ന് പറഞ്ഞ കാര്യമില്ല, എനിക്ക് ചേട്ടായി ചോദിച്ച എല്ലാത്തിന്റെ ഉത്തരം അറിയായിരുന്നു. പിന്നെ നീ ഒന്നും പറഞ്ഞില്ല. ഷെറിലാൻ, ക്രിസിൽഡ, എന്തൊരു ചെയ്യാൻ എന്റെ ബുദ്ധിക്ക്. അയ്യോ എളുപ്പാണ്, ചേട്ടായിക്ക് അറിയാലോ. എനിക്കറിയാം. സിമോൺ 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 സിമോൺ. 20 മാർക്ക്. ഓക്കെ, താങ്ക് യു. എന്നോട് എളുപ്പമുള്ളത് ചോദിക്കട്ടെ, എനിക്ക് 0 ആണ് ഇപ്പൊ. ഓക്കെ, എന്നോട് അതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, അപ്പം നിനക്ക് ജയിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ക്വസ്റ്റ്യൻ ആണ്. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ബി പോസിറ്റീവ്. ഓക്കെ ഓക്കെ, അല്ലേ? ഉത്തരം ശരിയാണ്. ഓക്കെ. സോ ഈ റൗണ്ടിന്റെ അവസാനം ചേട്ടായിക്ക് 40 മാർക്ക്, എനിക്ക് 20 മാർക്ക്. അപ്പം എല്ലാം കൂടെ കൂട്ടുമ്പോ ചേട്ടായിക്ക് 88, 88 മാർക്സ്. എനിക്ക് 76ഉം 20 എത്രയാ? 96 മാർക്ക്. അപ്പൊ ഞാൻ ജയിച്ചു. അപ്പോ നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ഗെയിമിന്റെ അവസാനം ഞാനാണ് ജയിച്ചത്. കൈയടിക്കും. ഒരു കാര്യം പറയാനുണ്ട്. ഇനി എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ലേക്കും, അതായത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകും. പക്ഷെ നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംഭവം സെഗ്മെന്റ് ചെയ്തുകൊണ്ട് ഇന്ന് ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാ ഈ ക്വസ്റ്റ്യൻ ഓർക്കാനും അതുപോലെ ഞാൻ ഉള്ള ഉത്തരങ്ങളൊക്കെ ഓർക്കാനും സാധ്യത കൂടുതലാണ്. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഗെയിം കണ്ടക്ട് ചെയ്തിട്ട് പരസ്പരം ചോദ്യമൊക്കെ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ പാർട്ട്ണറിനെ ബെറ്റർ ആയിട്ട് അറിയാൻ പറ്റും. എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനാണ് കഷ്ടപ്പെട്ട് ഈ കളി കളിച്ചത്. നന്ദി. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല. ശത്രുവായാലും മിത്രമായാലും. പതഞ്ജലി, ഭരതമുനി, പോയിക്കൊള്ളൂ.